എല്ലാ കൂട്ടുകാർക്കും കുക്കിംഗ് പിന്നെ നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് ചതച്ചത് ക്രഷ് ചെയ്ത മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പെരിഞ്ജീരകം, ഇത് മുഴുവനോടെ ഉള്ളതാണ്, പൊടിക്കാത്ത പെരിഞ്ജീരകമാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടി 1 ടീസ്പൂൺ, കോൺഫ്ലവറും അതേ അളവിൽ 1 ടീസ്പൂൺ, പിന്നെ ഒരു ലൈമിന്റെ ജ്യൂസ് ആണ്. ഇത് കുറച്ച് വലിയ ലൈം ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. ചെറിയ ലൈം ആണെങ്കിൽ ഒരു 1.5 ലൈമിന്റെ ഒക്കെ ജ്യൂസ് വേണ്ടി വരും. പിന്നെ ഞാൻ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ്, പിന്നെ കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇത് നമുക്കിനി ഇതിലേക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു, നമ്മുടെ ക്രഷ് ചെയ്ത ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു, ഗരം മസാല, കുരുമുളക് പൊടി, നമുക്ക് എരിവൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മുഴുവനോടെയുള്ള പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ അരിയും കോൺഫ്ലോറും, പിന്നെ ലൈം ജ്യൂസ്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുട്ട, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില. ഈ സമയത്ത് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കുറച്ച് മതിയേ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ലൈം ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് പകരം വിനീഗർ ചേർത്താലും മതി. നമ്മൾ തട്ടുകടയിലൊക്കെ ആണെങ്കിൽ അവര് ഫുഡ് കളറൊക്കെ ചേർക്കും. ഇവിടെ ഞാൻ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ അല്ലെ 3/4 മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഈ ചിക്കനിലേക്കെല്ലാം മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെക്കാം. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ, ഒരു 30 മിനിറ്റ് നമുക്കിവിടെ മൂടി അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ബാക്കിയുള്ള ചിക്കൻ കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതും കൂടെ ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമതിട്ട ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.